ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19-ാം തിരുവചനം. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. നെഞ്ചിൽ അടക്കി പിടിച്ച തേങ്ങലുകൾ ഗസ്സമിന്റെ ഇരുട്ടിലും സ്വർഗം തുറപ്പിക്കുമ്പോൾ കാൽവരിക്കുന്നിന്റെ മുകളിൽ ആ ദിവ്യനാദം മാറ്റിൽ കൊള്ളുന്നതിനും മുൻപ് അവസാന അത്താഴ മേശയിൽ ആർജവത്തോടെ അവൻ പറഞ്ഞു, ഇതെന്റെ ശരീരമാ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. ഇത് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ നിത്യജീവന് അവകാശികളായി മാറുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി കൂടുമ്പോഴൊക്കെ നിങ്ങൾ ഇത് ചെയ്യണം. ഇതായിരുന്നു എൻ്റെ കർത്താവിൻ്റെ പുതിയ ഉടമ്പടി. ഇതായിരുന്നു എൻ്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം. സ്നേഹിക്കുന്നവന് വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ആ തിരുവചനം അവിടുന്ന് പഠിപ്പിച്ചത് സ്വജീവിതത്തിലൂടെ തന്നെയാണ്. എങ്കിൽ ഓരോ ദിവ്യബലിയിലേക്കും നാം എത്തുമ്പോൾ എനിക്ക് വേണ്ടി മുറിഞ്ഞവനെ, എനിക്ക് വേണ്ടി തകർന്നവനെ തിരുവോസ്തിയായി ഞാൻ സ്വീകരിക്കുകയാണ്. അവനിലൂടെ ഞാൻ, അവന്റെ കരുണയിലൂടെ ഞാൻ നിത്യജീവന് അവകാശിയായി മാറുകയാണ് എന്ന വലിയ ബോധ്യത്തോടെ അവിടുത്തെ സ്വീകരിക്കാം. യോഗ്യതയോടെ അതിനായി ഒരുങ്ങാം. അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ഓരോ ദിവ്യബലിയിലും അവിടുന്ന് നൽകട്ടെ. നമ്മെ എല്ലാവരെയും അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.